ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കുളപ്പുള്ളിയിലുള്ള വിഷ്ണു ആയുർവേദിക് ഹോസ്പിറ്റലിലാണ്. വേറെ ഒന്നല്ല, അമ്മയെ കാണിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഫസ്റ്റ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോടായിരുന്നു. അവിടെ അമ്മയ്ക്ക് എല്ലാം കൊണ്ടും ഓക്കെ അല്ല എന്ന് തോന്നിയ സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയത്. ഇവിടെയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീടും അടുത്താണ്, എനിക്കാണെങ്കിൽ അമ്മേനെ നോക്കാനും പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് റൂമും കാര്യങ്ങളൊക്കെ എടുത്തു. ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ അമ്മേനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയ സമയത്ത് ഞാൻ ഒരു മുസമ്പി എടുത്തു. ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനിലാണ് ഗൈസ്. അപ്പം ഞാനതെടുത്തു. അമ്മ വരുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കാമല്ലോ, അമ്മ വരുമ്പോൾ അമ്മയും കൊടുക്കാമല്ലോ എന്നൊരു മൈൻഡിലാണ്. പക്ഷെ എനിക്ക് കത്തി ഉപയോഗിക്കാൻ ഇഷ്ടം, എനിക്ക് കൈ കൊണ്ട് പൊളിച്ചെടുക്കണം ഗൈസ്, എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ എൻ്റെ പണി തുടങ്ങി ഗൈസ്. അപ്പം ഇനി കുറച്ച് ദിവസം എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ ആവും. അപ്പം ഇനി കുറച്ച് ദിവസം എന്തായാലും ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇനി എന്താണേലും ഇവിടെ ഇരുന്നിങ്ങനെ ഓരോന്ന് പലഹാരങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഇരുന്ന് ചേർക്കാം എന്നാണ് എൻ്റെ മൈൻഡിൽ. തിന്നേണ്ട കാര്യത്തിൽ പിന്നെ പണ്ടേ നമ്മളൊരു കുറവും വരുത്താറില്ലല്ലോ. അതെവിടെ ചെന്നാലും അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറ്. അമ്മ ഇപ്പോൾ പോയേക്കുന്നത് ബോഡി ഫുള്ള് ഒഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അമ്മ വരുമ്പോഴേക്കും അമ്മയ്ക്ക് കൊടുക്കാമല്ലോ. നല്ല വിശപ്പാണ്. ഇപ്പം നമ്മൾ ഈ ആയുർവേദിക്കിൻ്റെ കഷായവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് നല്ല വിശപ്പാണ്. പിന്നെ അമ്മയ്ക്ക് വിശപ്പ് ഉള്ളതിൻ്റെ 3 ഇരട്ടിയാണ് ഗൈസ് കൂടെ വന്ന എനിക്ക് എൻ്റെ വിശപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുക്കാൽ സാധനവും ഞാൻ തന്നെയാണ് തിന്നണത്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് തിന്ന് ചീർക്കുമെന്നറിയില്ല. ഇത് ഗൈസ് ഞാൻ പിന്നെ മീഷോ ഇത് വാങ്ങിച്ച പാൻറ്റാണ് ഗൈസ്. ഇത് കൊള്ളാമല്ലേ, നൈസായിട്ടുണ്ട്. സത്യം പറഞ്ഞത് ജെൻസിൻ്റെ പാൻറ്റാണ്, പക്ഷേ ഞാനത് അങ്ങോട്ട് തൂക്കി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. അത് കണ്ടപ്പോഴേ രഞ്ജിത്ത് പറഞ്ഞിരുന്നു ഞാനെടുക്കുന്നു, പക്ഷേ സമ്മതിച്ചില്ല. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു വിശപ്പ് ആദ്യം തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നൊരു പേരക്കെടുത്ത് അത് കട്ട് ചെയ്ത് പതുക്കെ അത് കഴിക്കാൻ തുടങ്ങി. ഇതിൻ്റെ പകുതിയും അമ്മയ്ക്ക് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അമ്മ കുഴമ്പൊക്കെ ഇട്ട് അമ്മ വന്നിരുന്നു. കുറച്ചേരം അമ്മയ്ക്ക് കൊടുത്തു, വയറ്റോടെ കുത്തി കയറ്റി. അതിനെയാണ് എന്നെ വായിൽ വെച്ചോണ്ട് എന്തൊക്കെയോ അതൊന്നും പണ്ട് നമ്മൾ കാര്യമാക്കി എടുക്കാറില്ലല്ലോ. പാവം അമ്മ, നല്ല വിശപ്പുണ്ട് തോന്നുന്നു ഗൈസ്. എന്തായാലും ബോഡി ഫുൾ ഒഴിയാൻ പോയതല്ലേ, അതിൻ്റെതായ വേദനയും വിശപ്പൊക്കെ കാണും. അതാവും പേരൊക്കെ ഞമ്മന്ന് പെട്ടെന്ന് കഴിക്കണത്. കുഴമ്പിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ ഇരിക്കണം എന്നാണ്. അരമണിക്കൂർ കൊണ്ട് അതൊക്കെ തിന്നാമല്ലോ. കണ്ടില്ലേ പേരയ്ക്ക് കടിച്ചു വെച്ചേക്കണത്, വവ്വാൽ ചപ്പിയന്തി ഇങ്ങനത്തെ ഒക്കെ കുരുത്തക്കട്ടൊക്കെ കാണിച്ചു വെക്കും. ഇതന്നെയാണ് എൻ്റെ അമ്മ. ഇങ്ങനെയുണ്ട്. അമ്മയുടെ ബാഗ് തപ്പിയെടുക്കുന്ന സമയത്താണ് ഗൈസ് എനിക്ക് വിക്സിൻ്റെ ഗ്ലൂട്ടാത്തയൻ അടങ്ങിയ ടാബ് കിട്ടണത്. ആ ടാബ് കിട്ടിയപ്പോൾ ഗ്ലൂട്ടാത്തയൻ അടങ്ങിയെന്ന് കേട്ടപ്പം ഇതൊന്ന് കുടിക്കണമെന്നായി അടുത്ത ടെൻഡൻസി. തൊരയാണ് ഗൈസ്. അങ്ങനെ ടാബ് വെള്ളത്തിലിട്ട് നീ അതൊന്ന് കുടിക്കുക. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ടാബ് ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഈ ടേസ്റ്റ് അങ്ങനെ പിടിക്കാറില്ല ഗൈസ്. അപ്പം പിന്നെ അമ്മ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ വീണുപോയി. ഇത് കഴിച്ചാൽ മണിക്കുട്ടി നന്നായിട്ട് വെളുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം ഗ്ലൂട്ടത്തായോനും കൂടി ഉണ്ടല്ലോ എന്ന് കേട്ടപ്പം എനിക്കത് കുടിക്കാമെന്നായി അങ്ങനെയാണ് ഞാൻ രാവിലെ എണീറ്റ സമയത്ത് കുടിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് അപ്പം കുടിക്കണ്ട, എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നീ കുടിച്ചോ എന്ന് പറഞ്ഞത്. അങ്ങനെ കഴിച്ച് ഞാനത് കുടിച്ചു. എനിക്കത് നന്നായിട്ട് തോന്നി കേട്ടോ. സാധാരണ എനിക്ക് അമ്മ ഇങ്ങനത്തെ ടാബ്ലറ്റ്സൊക്കെ കൊടുത്തിട്ടുമ്പോൾ ഞാൻ വേണ്ടാന്നാണ് പറയാറ്, പക്ഷേ എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നെ ഹോസ്പിറ്റലിലായതുകൊണ്ട് കുഞ്ഞെനിക്ക് ഫുഡും കൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കൂടെ കഴിച്ചിട്ട് വേണമെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. പൊതുവേ നമുക്ക് ഹോസ്പിറ്റലിൽ ഫുഡ് അങ്ങനെ പറ്റാറില്ല. അപ്പം വീടടുത്തായതുകൊണ്ടും പിന്നെ അമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ടും ഇനിയിപ്പോൾ എന്താണേലും നമുക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാമെന്നായി. പിന്നെ രഞ്ജിത്തിന് അമ്മ നല്ല കുക്കിങ്ങാണ് കേട്ടോ. അമ്മയുടെ ഫുഡ് നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ കുറേ പൊതികൾ കാണാനുണ്ട്. അപ്പം എന്താണെന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കാം. കണ്ടിട്ട് കുറേ ഉള്ള പോലെ ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് മീൻ. ഇന്നലെ അമ്മ എന്നെ വന്ന് കണ്ടിട്ട് പോയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അമ്മ എനിക്ക് മത്തി വേണം. മത്തി എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് അമ്മ തന്നു വിട്ടത് എന്നറിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കാം. ഗൈസ്, മീനുണ്ട്, നമ്മുടെ മീൻ വറുത്തതുണ്ട്. മീൻ വറുത്തത് കാണുമ്പോൾ തന്നെ എൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു, കാരണം അതിൻ്റെ അടിയിൽ അമ്മ അടിപൊളിയായിട്ട് നല്ല
പയറ് മെഴുക്ക് പുരട്ടിയൊക്കെ ചുറ്റുപാത്രത്തിൻ്റെ അടിയിലാക്കി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അമ്മയുടെ ബുദ്ധി കൊള്ളാം കേട്ടോ. വാഴയിൽ വെച്ചിട്ട് അതിൻ്റെ താഴെ മെഴുക്ക് പുരട്ടിയും അതിൻ്റെ മുകളിൽ മീൻ വറുത്തതും. അടുത്തെന്താ നോക്കി നോക്കാം ഗൈസ്. അടുത്തത് നല്ല മീൻ മുളകിട്ടതാണ് കേട്ടോ. മത്തി പറയണ്ട. ഈ മീൻ മുളകിട്ടതും അതേപോലെ തന്നെ നമുക്ക് മത്തി പൊരിച്ചതുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഗൈസ്, അതിൻ്റെ ധാരാളമാണ്. പിന്നെ അമ്മ മുരിങ്ങയിലക്കറിയാണ് കേട്ടോ. മുരിങ്ങയിലക്കറി തുറക്കാൻ പറ്റത്തില്ല, ഞാൻ കുറേ നോക്കി, കുറച്ച് ടൈറ്റിലാന്ന് തോന്നുന്നു. കുറച്ച് കഷ്ടപ്പെട്ടു ഇട്ട് തുറക്കാൻ. ഞാൻ കുറച്ചധികം സമയം എടുത്ത് ഗൈസ്, തുറക്കാനേ പറ്റണില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മേനെയാണ് നോക്കണത്, അമ്മയുടെ ഒന്നും. പക്ഷെ അമ്മ നല്ല ഉറക്കമാണ്. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് എങ്ങനെയെങ്കിലും തുറക്കണമല്ലോ. മേത്ത് മറിയുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഗൈസ് ഞാനത് തുറന്നു കേട്ടോ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. അങ്ങനെ നല്ല മുരിങ്ങയിലക്കറിയാണ് കേട്ടോ. ഞാൻ ആലോചിക്കണതല്ല, നമ്മുടെയൊക്കെ അമ്മമാർ കിച്ചണിൽ ഇത്രയും ഐറ്റംസ് ആകെ കുറച്ച് സമയം കൊണ്ട് അവർ ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അവരൊക്കെ സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ ചോറ്, മീൻ, തോരൻ, അതേപോലെ തന്നെ ചാറ് കറികൾ, ഇതൊക്കെ ആകെ ആ കുറച്ച് സമയം കൊണ്ട് അവർ വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടം വരെ കൊണ്ടു തരുന്നില്ലേ, അതൊരു ഒന്നും പറയില്ല ഗൈസ്. അതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പൊതുവെ എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ എനിക്ക് മീൻ വേണം. ഞാൻ മീനിൻ്റെ ഒരു ആളാണ്. മീനോ ചിക്കനോ എനിക്ക് എന്തെങ്കിലും വേണം, അതുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് സാധാരണ ഇറങ്ങാറുള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന ഏത് ഫുഡ് കഴിക്കാൻ ഞാൻ റെഡിയാണ്. ഇതിപ്പോൾ അമ്മയുടെ ചമ്മന്തി ആയിക്കോട്ടെ, അത് കൂട്ടി ചോറുണ്ണാൻ വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റും. അമ്മയുടെ മീൻ പൊരിച്ചതാണെങ്കിലും അമ്മയ്ക്ക് ഒരു പ്രത്യേക കഴിവാണ് ഗൈസ് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ഞാൻ അമ്മേനോട് തന്നെ പറയിച്ചത്, അമ്മ ഇന്ന് ഫുഡ് വിളമ്പി തന്നാൽ മതി, അമ്മ ചോറ് വിളമ്പി തന്നാൽ മതി എന്ന്. അമ്മയാണ് കേട്ടോ ഗൈസ് എനിക്ക് ചോറൊക്കെ വിളമ്പി തരുന്നത്, കറിയൊക്കെ ഇട്ട് തരുന്നതും. ഇനി ഞങ്ങൾ ഒരു 2-3 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അമ്മ നാട്ടിലോട്ട് പോകും, കാസർഗോഡ് പോവും. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നമ്മുടെ പാലക്കാട് തന്നെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൈസ്. തുടങ്ങി പ്ലേറ്റിലോട്ട് മീൻ പൊരിച്ചതും പിന്നെ അതേപോലെ മുരിങ്ങയിലയും മെഴുക്ക് പുരട്ടിയുടെ കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ മറന്നുപോയി ഗൈസ്. അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി, ഈ മെഴുക്ക് പുരട്ടി നമ്മുടെ അമ്മ മീനിൻ്റെ അടിയിലൊരു അമ്മ ഈ വാഴയില വെച്ചിട്ട് അതിൻ്റെ അടിയിലാണ് മെഴുക്ക് പുരട്ടി വെച്ചത്. പക്ഷേ മെഴുക്ക് പുരട്ടി ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മൾ ഈ ഫുഡ് എടുക്കുന്ന ടൈമിൽ സത്യം പറയാൻ മെഴുക്ക് പുരട്ടി എടുത്തിട്ടില്ല ഗൈസ്. അതെടുക്കാണ്ട് നേരെ പോയി ഞാൻ കഴിച്ചു. പിന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു കറി, എന്തോ ഒരു കറി മിസ്സായല്ലോ ഞാൻ ആലോചിച്ചത്. കണ്ടില്ലേ, പിന്നെയാണ് എനിക്കൊരു ബോധം വരുന്നത്, അയ്യോ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നല്ലോ എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിയും. കുറച്ച് ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് പറ്റാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചപ്പം ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് കല്ല് പോലെ ഇരിക്കണം, കഴിക്കാനേ പറ്റണില്ല. ഇവിടെ വന്നപ്പം അമ്മയുടെ ഫുഡ് കഴിച്ചപ്പോഴാണ് ഭയങ്കര ആശ്വാസം ഗൈസ്, ഒന്നും പറയാനില്ല. നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം നമുക്ക് വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. അത് അങ്ങനെ തന്നെയാണല്ലോ. കുറച്ച് ദിവസം അമ്മയുടെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. 2-3 ദിവസം നമ്മൾ എവിടെയെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് അമ്മയുടെ ഫുഡ് മിസ് ചെയ്യും. അപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഞാനിവിടെ ഈ പാലക്കാട് 2 വർഷമായി. ഈ 2 വർഷത്തിനിടയിൽ ഞാൻ ഇതുവരെ രജിത്തിൻ്റെ അമ്മയുടെ ഫുഡ് കഴിച്ച് എനിക്ക് ഇപ്പം അതില്ലാണ്ട് പറ്റില്ല. അതാണ് ഗൈസ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെട്ട് വരികയാണ്. അപ്പം നമുക്കത് ചിലപ്പം കിട്ടാതെ വരുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാകും. ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വിശന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇന്നലെ കഴിച്ച ബാക്കി കപ്പ വറുത്തുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പം കിടക്കാൻ പോകുന്നതിന് മുന്നേ അതും കൂടെ എന്നാൽ കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തുനിന്നൊരു കൈ ഇപ്പോഴും ഇങ്ങോട്ട് നീട്ടി വരും, എനിക്കെന്താ മണി എന്ന് പറഞ്ഞുകൊണ്ട്. വേറെ ഇല്ല കേട്ടോ, എൻ്റെ അമ്മ തന്നെയാണ്.
അമ്മ എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ തടി വെച്ച് ചീർത്ത് വരുമെന്ന്. ഞാൻ കഴിക്കുന്നതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കും. അതുകൊണ്ടാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ക്ഷീണിച്ചു ഗൈസ് തിന്നിട്ടേ. പക്ഷെ എന്നാലും ഇത് ബാക്കി വെക്കാൻ ഒരു മനസ്സില്ല. എന്ത് സാധനം കൊണ്ടുവന്നാൽ തീർക്കണം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മൈൻഡിൽ. അതുകൊണ്ട് തീർക്കാണ്ട് കിടക്കുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ അതും കൂടെ ഇല്ലുള്ളൂ ബാക്കി, അതും കൂടെ കഴിക്കാമെന്ന് ചോദിച്ചു. അമ്മ കണ്ടില്ലേ, ഞാൻ കൊടുത്തപ്പം അത് സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു. ഞുറുക്കി കഴിക്കുന്നുണ്ട്. എൻ്റെ വയറ് പൊട്ടാനായി ഗൈസ്. കണ്ടില്ലേ എന്തൊക്കെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു വായ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കാണ്ട് തീറ്റ തന്നെ.